உண்மையான போர் வரணும்னு தான் காத்திருக்கும். போய் சீக்கிரம் வர சொல்லு அந்த ஒருத்தன். சிறப்பான தரமான சம்பவம் தான் இனி பாப்பீங்கடா. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ കറണ്ടൊക്കെ 2 ദിവസത്തേക്ക് ചെറിയ സീൻ ഉണ്ടായിരുന്നു. നമ്മുടെ എല്ലായിടത്തും മഴയാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും സേഫ് ആയിരിക്കുക. നിങ്ങളുടെ ജസ്റ്റ് പ്ലേസും കൂടെ ജസ്റ്റ് എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ മഴയുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഇപ്പോൾ എല്ലായിടത്തും നമ്മുടെ മൊത്തത്തിൽ റെഡ് അലേർട്ടും എന്താ പറയുക എല്ലായിടത്തും നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മച്ചാന്മാർ ഓൾറെഡി നമ്മുടെ ഇന്ന് നല്ലൊരു കിടിലൻ പാക്ക് വന്നിട്ട് നമ്മുടെ സ്മൈക്കിളുടെ അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഫസ്റ്റ് ഇംപ്രഷൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഓൾറെഡി കേസ് നമ്മുടെ എന്താ പറയുക ഞാൻ ഓൾറെഡി ഈ ഒരു പാക്കിലും നമ്മുടെ മാനേജറല്ല നമ്മുടെ മാനുവൽ ന്യൂറാണ് ഇറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കേസ് നമ്മുടെ ഡൊമിനിക്കിനെയും സണ്ണിനെയും കിട്ടിയില്ലായിരുന്നു ബ്ലിറ്റ്സ്. അപ്പോൾ എന്തായാലും വരും വഴി ഇത് ഞാൻ കാണിക്കാം. ഓൾറെഡി കേസ് നമുക്ക് ഈ ഒരു മാച്ച് ഞാൻ ഇടണമെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിവിഷൻ പ്രൊമോട്ടായി. അപ്പോൾ എന്തായാലും നല്ലൊരു കിടിലൻ കംബാക്ക് ഗോൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മാച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാന്ന് വെച്ചാൽ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾ ജസ്റ്റ് കമന്റ് ഒക്കെ ചെയ്യാം നമ്മുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇടുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഇതും വെറൈറ്റി ഇൻട്രോകളായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം. നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ ഗൈസ് നമുക്ക് ഞാൻ ഓൾറെഡി ഡെഷാംസ് ആണ് യൂസ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മച്ചാൽ അത്യാവശ്യം നല്ലൊരു സ്ക്വാഡാണ്. നമ്മുടെ കസിലിയാസ് ഒക്കെ ഉണ്ട്, പിന്നെ കിമ്മിച്ച് ഉണ്ട്, പിന്നെ ഓൾറെഡി നമ്മുടെ ലൂയിസ് റോമനാണ് നമ്മുടെ ഈ ഒരു ഓപ്പോണ്ടിന്റെ മാനേജർ. പിന്നെ ഗൈസ് ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു ഓപ്പോണ്ട് കാണുമ്പോൾ നമ്മൾ ചെറിയ സ്ക്വാഡിൽ ഓപ്പോണ്ട് കാണുമ്പോൾ വിചാരിക്കും അത്ര കളിയൊന്നുമില്ല. പക്ഷേ നല്ലൊരു കിടുക്കൻ കളിയുള്ളൊരു ഓപ്പോണ്ടാണ്. ഫസ്റ്റ് വെച്ച് നമുക്കാണ് മെസ്സി ടു ജെറാഡ് ടു ബെക്കംബർ ടു കാർലോസ്. മച്ചാമാരാണ് നിങ്ങളൊക്കെ സെലക്ഷൻ ഓർഡറൊക്കെ ആരും എടുത്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. റൊഡ്രി ടു നമ്മുടെ സുവാരസ് ടു ബാക്ക് കാർലോസ് സുവാരസ് റൊഡ്രിഗർ എടുത്തോടാ. ഷോ ഗൈസ് കിട്ടി പെപ്പ് ഗൈസ്. ഇതിൽ പെപ്പ് ഉണ്ട് കേട്ടോ. നമ്മുടെ 50 രൂപ കോയിൻ്റെ പെപ്പുണ്ട്. ഓഫ് സൈഡ് ഗൈസ്. അപ്പോൾ ഇതൊരു പെപ്പിൻ്റെ ഇംപ്രഷൻ കൂടിയാണ്. നിങ്ങൾ എന്തായാലും എടുക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി, വേറെ പൈസ കളയണ്ട. പക്ഷെ നല്ലൊരു പാക്കാട്ടോ. ആ ഒരു കാർഡിന് പറ്റിയ അത്യാവശ്യം നല്ല എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഗൈസ് എന്താ പറയുക നമ്മൾ ഓൾറെഡി എന്താ പറയുക നമ്മൾ പുതിയ മാനേജറിനെ കിട്ടുമോ നോക്കി കുറേ നോക്കിയാണ് അത്യാവശ്യം. പക്ഷെ ക്ലൂ ആയിട്ടൊന്നും ആരും എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് വരുന്നതിനനുസരിച്ച് ഞാൻ ഉറപ്പായിട്ടും മാനേജർ റിവ്യൂ ഇറക്കാട്ടോ. ത്രോ പോയിട്ടുണ്ട് ജെറാഡ് ടു കാർലോസ് ടു ഗൈസ്. ഈ ഇടയ്ക്കായിട്ട് നമ്മൾ 2 ട്രസോഡ് ടു കിമ്മിച്ച് ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവർ ലാസ്റ്റ് ടൈമിൽ ഹാളൻഡിനെ ഇറക്കാനുള്ള പരിപാടിയായിരിക്കും. എംബാപ്പെ ഗൈസ്. ഇവരുടെ പാസ്സാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബാൽഡെ, ചെലഹനല്ലു, ഗാഡിയോള ഗൈസ്. ഇവരുടെ കിമ്മിച്ച് നല്ല കിടുക്കൻ ഷോട്ട്. എൻ്റെ പോലെ 9 മിനിറ്റിൽ ചെക്കൻ അടിപൊളി ഒരു സ്റ്റാൻഡേർഡ് കാർഡ് വെച്ചിട്ട് ഇമ്മാതിരി ഷോട്ട് അടിച്ച ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാന്മാരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏതാ ഡിവിഷൻ. അതുപോലെ തന്നെ ഇതിലൊരു കംബാക്ക് ഗോളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ജെറാഡ് ടു മെസ്സി ടു സുവാരസ് ടു നമ്മുടെ മെസ്സി ടു ഗ്രീസ്മാൻ ഗൈസ്. എന്താ പറയുക ഈ ഇടയ്ക്കായിട്ട് എൻ്റെ കാർഡിന് മാത്രമാണെന്ന് അറിയില്ല ഗ്രീസ്മാൻ ടു ഒരു ഷോട്ട് കൊടുക്കാം. എൻ്റെ പൊന്ന് ഗൈസ്. പോസ്റ്റ് ഗൈസ്. ഈ ഒരു പോസ്റ്റ് ശാപം എനിക്ക് ഇതുവരെ തീർന്നില്ല. നിങ്ങൾക്ക് തീർന്നോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഗാഡിയോള ടു എംബാപ്പെ ടു ചെലഹനല്ലു ഗൈസ്. ഇവർ ലൂയിസ് റോമൻ ആയതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന മാനേജറാണ്. മെസ്സി കിട്ടി അയ്യോ കിമ്മിച്ച് ഗൈസ്. ഞാൻ ഓൾറെഡി ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ മാറ്റിയേ. അതൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. ഡേവിഡ് ബെക്കാം ടു ഫൗള് ഗൈസ്. എന്തായാലും നമ്മുടെ ബെക്കാമിനെ കിമ്മിച്ച് ഫൗൾ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ ഇന്നത്തെ നമ്മുടെ സ്മൈക്കിളിലേക്ക് എടുത്തോ. ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലായിടത്തും നല്ല മഴയാണ്. ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഒരു ഫ്രീ കിക്കാണ്. ഞാൻ ഫ്രീ കിക്ക് അടിക്കുന്നില്ല. ജെറാഡ് ടു അതുപോലെ ഗൈസ് നമ്മുടെ ഇതില്ലേ ചൗമണി അല്ല എൻ്റെ അടുത്തുള്ളൊരു പ്ലെയർ ഓൾറെഡി നെർഫഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പവർ കുറയ്ക്കുന്നുണ്ട് കൊനാമി കുറച്ച് കാർഡുകളിലൊക്കെ. നിങ്ങൾ ആരെങ്കിലും ക്ലൂ ആയിട്ടിനും അല്ലെങ്കിൽ പുതിയ മാനേജേഴ്സിനെയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യാം. പിന്നെ ഇന്ന് വന്ന കാർഡിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി നമ്മുടെ ഫസ്റ്റ് ചാനലിൽ ട്രിക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ കുറേ പേർക്ക് ബ്ലാക്ക് ആനിമേഷനൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക. 100 പോയിന്റ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പിക് അടിക്കട്ടെ. ടോണി ആഡംസ് ടു ബാൾഡെ ടു നമ്മുടെ കിമ്മിച്ച് ഗൈസ്. ഇപ്പോൾ കവാനിനെ കാണുന്നില്ല. സോ എനിക്ക് തോന്നുന്നു കവാനിൻ്റെ കാർഡ് ഈ ഫുട്ബോളിൽ നിന്ന് പോയോ എന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മാൻ ടു ലൂയിസ് സുവാരസ് കിമ്മിച്ച് ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ അടുത്ത് കാണുന്നില്ല കവാനിൻ്റെ കാർഡൊക്കെ എൻ്റെ അടുത്ത് പോയി. അപ്പോൾ കാർഡ് കട്ട് ചെയ്തപ്പോൾ മാറിപ്പോയതാണോന്നും അറിയില്ല. ഡേവിഡ് ബെക്കാം ടു മെസ്സി ടു സുവാരസ് ഗൈസ്. നല്ലൊരു കിടുക്കൻ റൊഡ്രിഗർ ഗൈസ്. ഇവരെന്താ വെച്ചാൽ ഓൾറെഡി ഇവരുടെ ഫോർമേഷൻ നൈസ് ആട്ടോ. അതുകൊണ്ടാണ് റൊഡ്രിഗർ എപ്പോഴും അവിടെ ഒരു ഇതായിട്ട് നിൽക്കുന്നത്. സോ നടുക്ക് കിട്ടിയിട്ടുണ്ട്. എടാ ഈ വലയ്ക്കാൻ ഇതാണ് പ്രശ്നം. സ്റ്റണ്ടിങ് അടിക്കാൻ പോലും സമ്മതിക്കില്ല കിമ്മിച്ച്. ട്രസോഡ് ടു എംബാപ്പെ ഗൈസ്. ഈ ഒരു പാസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടോ. ഇവന്മാർ നല്ല കിടലിനായിട്ട് പാസ് ചെയ്ത് കളിക്കുന്നുണ്ട്. കഫു ടു ടോണി ആഡംസ്
എംബാപ്പെ ഗൈസ് അതാ ഞാൻ പറഞ്ഞത്, ചിലവരുടെ സ്ക്വാഡ് ചെറുതാണെങ്കിലും കിടലും കളിയായിരിക്കും ഓപ്പോണന്റ്. അപ്പോൾ മച്ചാമാരെ ഞാൻ എന്തായാലും നമ്മുടെ ഇന്നത്തെ സ്മൈക്കിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇറക്കുന്നതായിരിക്കും മാനുവൽ ന്യൂ ഇയർ 2. ഗൈസ് ഞാൻ ഓൾറെഡി മാനുവൽ ന്യൂ ഇയറിന് നമ്മൾ ഇതുണ്ടല്ലോ മറ്റേ പൊസിഷൻ ട്രെയിനിങ് അത് ചെയ്തിട്ടാട്ടോ 98 റേറ്റിംഗ് ആയത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെയ്യുക. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഓൾറെഡി പറഞ്ഞായിരുന്നു, വാഡിയോള രോഹിത് എന്ന് പറഞ്ഞൊരു മച്ചാൻ ഓൾറെഡി ചോദിച്ചായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി നമ്മുടെ ഇതുണ്ടല്ലോ മറ്റേ എന്താ പറയുക ട്രെയിനിങ് കൊടുക്കുന്നത്, അതൊക്കെ ഞാൻ എല്ലാം ബൂസ്റ്ററാക്കി ഇട്ടേക്കും. അതാട്ടോ 98. നിങ്ങളും ശ്രദ്ധിക്കുക, എല്ലാവരും മറന്നുകൊണ്ട, എല്ലാവരും ചെയ്യുക കേട്ടോ, പരമാവധി നിങ്ങളെല്ലാവരും ചെയ്യുക. മെസ്സി ടു അവിടെ കിട്ടി ഡിലേറ്റ്. ഹാഫ് ടൈം ആയി ഗൈസ്. അപ്പോൾ മച്ചാൻ എന്തായാലും നമ്മുടെ ഓപ്പോണൻ്റ് ആണ് ഒരു ഗോളിൽ നിൽക്കുന്ന ആർസനൽ. ഷോട്ട് നോക്കുകയാണെങ്കിൽ സേവ് ഇല്ല, ഷോട്ട് 1-1 തന്നെയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഈ ഒരു ഫോർമേഷൻ കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന 4-3-1-2 ആണ്. പിന്നെ അതുപോലെ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങളെല്ലാവരും ഈ ആരോയിനനുസരിച്ച് മാത്രം പ്ലേയേഴ്സിനെ ഇറക്കുക. കാരണം നമ്മൾ പലപ്പോഴും ഇറക്കുന്ന സമയത്ത് നോക്കിയിരിക്കുന്ന പ്രശ്നം എന്താ വെച്ചാൽ ചിലപ്പോൾ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഡിവിഷനൊക്കെ കളിക്കുന്ന സമയത്ത് പ്രൊമോട്ട് ആവുന്ന മാച്ചുകളൊക്കെ ചിലപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മൾ നെയ്മർ കഴിഞ്ഞ ദിവസം നമ്മളൊരു സബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു നെയ്മറിനെ നെർഫഡ് ആക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ചിലപ്പോൾ നിങ്ങൾ 1800 കോയിൻ്റെ പാക്കും നെർഫഡ് ആക്കും. അതായത് ഗൈസ് അത് നമ്മുടെ പ്രശ്നമല്ല, അത് മാറും കേട്ടോ, നിങ്ങളുടെ പൈസയൊന്നും പോകില്ല, അത് മാറും. പക്ഷെ കുറച്ച് ടൈം എടുക്കും, ചിലപ്പോൾ ഒരാഴ്ച, ചിലപ്പോൾ ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി ടു നമ്മുടെ ഗ്രീസ്മൻ ടു ബെക്കാം ഗൈസ്, ബെക്കാം ടു മെസ്സി, മെസ്സി ടു ഓക്കെ ഗ്രീസ്മൻ. അപ്പോൾ ഗ്രീസ്മൻ്റെ ഈ ഒരു അടിപൊളി ഷോട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പോൾ 51 മിനിറ്റിൽ നമ്മളൊരു കംബാക്ക് ഗോൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞാൻ എപ്പോഴും വിചാരിക്കും ഓൾറെഡി എന്താ പറയുക ഒരു ഗോളൊക്കെ അടിക്കുന്ന സമയത്ത് സെലിബ്രേഷൻ ഉണ്ടാകുന്ന വിചാരിക്കും, സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് തമ്പലയും വെക്കുന്ന സമയത്ത് അതൊരു പ്രശ്നമായി മാറും. അതുകൊണ്ടാട്ടോ സെലിബ്രേഷനൊക്കെ ഇടുന്നത്. സോ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ ലൈക്ക് അടിക്കുക. മച്ചാൻ നമ്മുടെ കുറേ പേര് വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഓൾറെഡി കേസ് നമ്മൾ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അതായത് നമ്മൾ ഓൾറെഡി ഉള്ള കോംബോ ഒക്കെ വെച്ച് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഓൾറെഡി സെലക്ഷൻ കോൺട്രാക്ട് എടുത്തിട്ടില്ല, ഞാൻ ഓവൻ എടുക്കാമെന്നാണ് വെക്കുന്നത്, കാരണം സൂപ്പർ സബ്. അപ്പോൾ എനിക്ക് സൂപ്പർ സബിൻ്റെ ഒരു കുറവുണ്ട്. ഓൾറെഡി ഡെന്നിസിലാണ് ഉള്ളത്, കുഴപ്പമില്ല. പക്ഷെ ഞാൻ ഓൾറെഡി ഇംപ്രഷന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വെച്ചു ഗൈസ്. കിട്ടിയിട്ടുണ്ട് മെസ്സി ടു ബെക്കാം ടു ഗ്രീസ്മൻ, നല്ലൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സുവാരസ്, എൻ്റെ പൊന്ന് ഗൈസ് കസിലിയാസ്. ഗൈസ് ഈ ഒരു കസിലിയാസ് സീനാട്ടോ, ഈ ഒരു ചെറിയ പഴയ കാർഡാണെങ്കിലും അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്. പിന്നെ മച്ചാമാരെ ഓൾറെഡി നമ്മുടെ റിയൽ സഞ്ച് എന്ന് പറഞ്ഞ ചാനലിൽ നമ്മൾ ലൈവ് ഉണ്ട്. സോ ഗൈസ് വീണ്ടും ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സുവാരസ് ടു ഒരു സ്റ്റണ്ടിങ് അടിക്കാൻ പറ്റിയില്ല, കസിലിയാസ് ഇതാക്കി മച്ചാമാരെ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രോയിലൊക്കെ ഉപയോഗിച്ചിരിക്കുന്ന ഡയലോഗൊക്കെ ഏത് സിനിമയിലാണ് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായാലും ഗൈസ് ജസ്റ്റ് ഞാനൊരു മൈക്ക് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ട്, ഞാൻ നോക്കിയിട്ട് ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. അപ്പം ഇപ്പം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. നമുക്ക് ഓൾറെഡി ഒരു മൈക്ക് ഉണ്ട് ഗൈസ്, മറ്റേ ബ്ലൂടൂത്തിൻ്റെ വയർലെസ്. അപ്പം അതിലെന്താണെന്ന് അറിയില്ല, ഒരു സൗണ്ട് വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്രാവശ്യം വയേർഡായിട്ടുള്ള ഇവിടെ കുത്തുന്ന ഒരു മൈക്ക് മേടിക്കാമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക, സൗണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പോൾ റെഡിയാണോ എന്ന്. പിന്നെ ഓൾറെഡി ഗൈസ് നമ്മുടെ മഴ കാരണം കേട്ടോ, ഒരിക്കലും മടിയല്ല വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത, മഴയും പിന്നെ വൈഫൈ കട്ടായിപ്പോൾ കറണ്ടിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ ഇടയ്ക്ക് വെച്ച് ഇതായിപ്പോയത്. പിന്നെ ബന്ധുക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പോൾ എല്ലാവരും പോയിട്ടോ. ഇപ്പം മഴ ആയതുകൊണ്ടാണ് നമ്മുടെ മൺസൂൺ നേരത്തെ തുടങ്ങി. സാബിയനോൾസോ ടു എൻ്റെ പൊന്ന് ഗൈസ് ഡിലേറ്റ്. എടാ ഈ കസിലിയാസ് കാരണം നമ്മുടെ 2-3 ചാൻസ് പോലെ ഗൈസ്. ട്രസോഡ് ടു റോബർട്ടോ കാർലോസ് ഗൈസ്. എൻ്റെ അടുത്ത് ഈ ഒരു ചെലഹനല്ലുവിൻ്റെ ഒരു കാർഡുണ്ട്, നല്ല അടിപൊളി കാർഡ്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇറക്കിയിട്ടുമില്ല. പിന്നെ ഇബ്രാഹിമോവിച്ചിൻ്റെ കാർഡൊക്കെ ഞാൻ എന്താ വെച്ചാൽ ഗൈസ് ഓൾറെഡി ഇച്ചിരി പവർ കുറഞ്ഞു, അത് ഇപ്പം നെർഫഡാണ്, പക്ഷേ കയറിക്കോളും ഗൈസ്. കിട്ടിയിട്ടുണ്ട് ഡേവിഡ് ബെക്കാം ടു മെസ്സി ടു കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മൻ. എടാ അത് വേണ്ടായിരുന്നല്ലോ, സെർജിൻഹോ പോയി ഗൈസ്. ഒക്കെ 68 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഓപ്പോട്ടെ. ഞാൻ ലാസ്റ്റ് അടിച്ചൊരു ഗോളാണ് നിങ്ങൾ കാണേണ്ട, കംബാക്ക് ഗോളായിരുന്നു നമ്മുടെ ഒരു. 2 ബോളോ ഗ്രൗണ്ടിൽ 2 ബോൾ ഗൈസ്. അവിടെ നമ്മുടെ ഗൈസ് കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മൻ ടു സെർജിൻഹോ. എടാ ഡിലേറ്റ് ടു കിട്ടിയിട്ടുണ്ട് സെർജിൻഹോ ടു ഗ്രീസ്മൻ ടു കിട്ടിയില്ല ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ്. ഗാർഡിയോള ടു ട്രസോഡ് ടു നെയ്മർ ടു എംബാപ്പെ ടു ചെലഹനല് ടു ബാൾഡെ ഗൈസ്. അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഗ്രീസ്മൻ ടു മെസ്സി ഗൈസ്. അപ്പോൾ ലാസ്റ്റ് ടൈം മെസ്സി നമ്മൾക്ക് നോക്കാം, മെസ്സി ടു ഗൈസ് ഗോള് ഗൈസ്. അപ്പോൾ ഈ ഒരു ഗോളായിരുന്നു നിങ്ങൾ കാണേണ്ട, അടിപൊളി ഒരു ഗോളാണ്. അപ്പോൾ ഓൾറെഡി വെച്ചാൽ മതി ഈ ഒരു മാച്ചോട് കൂടി നമ്മൾ ഡിവിഷൻ പ്രൊമോട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു ട്വിസ്റ്റും ഉണ്ട്. ഓൾറെഡി നമ്മുടെ
നോക്കിയോ ഗൈസ്, 2 ഗോളുകൾക്ക് നമ്മളങ്ങനെ വീണ്ടും പ്രൊമോട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി ഗൈസ് എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു ഡിവിഷൻ മാച്ച് കളിച്ചപ്പോൾ 10 മാച്ചിൽ എനിക്ക് 4-5 മാച്ച് മാത്രമേ കളിക്കേണ്ടി വന്നുള്ളൂ, അപ്പോൾ തന്നെ പ്രൊമോട്ടായി. അപ്പോൾ എന്തായാലും വെച്ചാൽ ഇതുപോലെ കിടിലൻ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഓപ്പോണൻ്റെ നെറ്റ്വർക്ക് പോയി ഗൈസ്. അപ്പോൾ എന്തായാലും മച്ചാൻ നിർത്തി പോയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓൾറെഡി ട്രിക്ക് വീഡിയോ നമ്മൾ നമ്മുടെ റിയൽ സെഞ്ച് എന്ന് പറഞ്ഞ ചാനലിൽ ഇട്ടിട്ടുണ്ട്, അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടു നോക്കുക. അതുപോലെ നമുക്ക് വേറൊരു ചാനലുണ്ട്, നമുക്ക് എക്സ്പെരിമെൻറ്റും വ്ളോഗും ചെയ്യുന്ന ഒരു വീഡിയോ ചാനൽ, അപ്പോൾ നിങ്ങൾ അതും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും, ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. വൈഫൈയും കറണ്ടിൻ്റെ ഒക്കെ പ്രശ്നം കൊണ്ടാട്ടോ മച്ചാൻ വരെ രാവിലെ പോയി കഴിഞ്ഞാൽ രാത്രിയൊക്കെയാണ് വരുന്നത് കറണ്ട്. അപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്കപ്പോൾ വന്നപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. അപ്പം മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.